ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇറച്ചിയട അല്ലെങ്കിൽ കോഴിയട എന്നൊക്കെ പറയാം. നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ അധികം ബോൺസ് ഇല്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മാത്രം വെള്ളം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ മൈദമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ആട്ടപ്പൊടി എടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇളം ചൂടുവെള്ളം അല്പാൽപ്പം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുഴച്ച് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കാം. ഞാനിപ്പോൾ മാവ് തയ്യാറാക്കുന്നത് ഈ രീതിയിലാണ്. അല്പം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ച് കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കാറ്. അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് കേട്ടോ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കാറ്. അങ്ങനെ നമ്മുടെ മാവെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കത് ചെറിയ ചെറിയ ബോൾസാക്കി ഒരു ചപ്പാത്തിയുടെ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. നമ്മൾ ഇങ്ങനെ പരത്തിയതിന് ശേഷം ഇത് ചുട്ടെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പരത്തിയെടുക്കുന്ന ചപ്പാത്തി ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോമ്പൊക്കെ ആകുമ്പോൾ ഡെയിലി ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടുള്ള സ്നാക്സ് കഴിക്കും. അത് നമ്മളെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളെ ചപ്പാത്തി മൈദ കൊണ്ടുള്ള ചപ്പാത്തി ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ഇത് ചുട്ടെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വഴറ്റി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് ഒരു കഷ്ണം തക്കാളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ചിക്കന് എല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് അടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. അതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പിലും ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട്. അതിലേക്ക് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ ഫില്ലിങ് 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ മടക്കിയെടുക്കാം. ഇത് നമുക്ക് മൈദയുടെ മിക്സ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മൾ മടക്കിയെടുക്കേണ്ടത്. നമ്മൾ വേവിച്ച് ചപ്പാത്തി ആവുകൊണ്ട് ഇത് മൈദയുടെ മിക്സ് വെച്ചിട്ട് നല്ലപോലെ ഒട്ടി നിൽക്കൊന്നുമില്ല. എന്നാലും ഓക്കെ, ഈ രീതിയിൽ നമ്മൾ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ നല്ലപോലെ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബോക്സ് ഓരോന്നായിട്ട് കോഴിമുട്ടയിൽ മുക്കി
ചൂടായ എണ്ണയിൽ വെച്ചെടുത്ത് തിരിച്ചും മറിച്ചും കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തി ആണെന്നുണ്ടെങ്കിലും ഉള്ളിലെ ഫില്ലിങ്സ് ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ വേവിച്ച സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറായും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇറച്ചിയട. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.